ഇത് ചൂടിലും തിന്നാം, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇത് മിക്കവാറും പുതിയാപ്ല സൽക്കാരത്തിന് വെച്ചതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. പിന്നെ പ്ലേറ്റ് കാലിയായിട്ട് ആ പ്ലേറ്റ് മാത്രമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അസ്സലാമലൈക്കും. അപ്പൊ നമ്മളിത് എന്താ ഉണ്ടാക്കുന്നത്? നമ്മള് പുതിയാപ്ല സൽക്കാരത്തിന്റെ മെയിൻ താരം മുട്ടമാല. 10 മുട്ട, 1/2 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ് പഞ്ചസാര. ആദ്യമായിട്ടാണ് ഈ മുട്ടമാല ഉണ്ടാക്കാൻ പോണത്. പക്ഷെ ഇവിടെ ഉമ്മച്ചൊക്കെ ഉണ്ടാക്കാറുണ്ട്, എന്നാലും നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒരു മുട്ട എടുക്കാം. എന്നിട്ട് ഇങ്ങനെ മുട്ട. ഉണ്ണി പൊട്ടാൻ പാടില്ല. ഉണ്ണി പൊട്ടരുത്, ഉണ്ണിപ്പോ മിക്കവാറും പൊട്ടും. ഇങ്ങനെ ഉണ്ണിനെ ഇങ്ങനെ എടുക്കണം കേട്ടാ. ഇവിടെ പഠിച്ചോളിട്ടാ. പൊട്ടി 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 ഇടാം. പാട അരിക്കും. ഇതുകൊണ്ട് പാട വരാതിരിക്കാൻ ഇങ്ങനെ. അപ്പൊ നമുക്ക് ഇതിനാവശ്യം ക്ഷമയാണ്. അത് തീരെ ഇല്ലാത്തോണ്ട് പിന്നെ അത് ഞങ്ങക്ക് ഇല്ലാത്തോണ്ട് ഞങ്ങൾ ഈ പണിക്ക് നിൽക്കാറില്ല. കിട്ടി. പൊട്ടില്ല. സക്സസ്ഫുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ പാടെ നമുക്ക് കിട്ടണ്ടി. 3ാമത്തെ മുട്ട. 2 മുട്ട സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇതിന്റെ ആവേശം കാണിക്കണം. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നോണ്ട് കുറച്ച് പാകപ്പിഴവൊക്കെ ഉണ്ടാവും. പാകപ്പിഴവ്. അപ്പൊ ഇത് നമുക്ക് സക്സസ്ഫുള്ളി കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്നെ പൊട്ടിക്കുന്നത് അത് ലാസ്റ്റ് ആയിരിക്കുമ്പോ വരും. നമ്മുടെ പ്രൊഫഷണൽ ആളെത്തിയിട്ടുണ്ട്. ഒന്നും പഠിക്കാനില്ല, അറിയുന്നവർക്കൊക്കെ സിമ്പിളാണ്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ എന്താ ഇത്രയും കാലം ചെയ്യാണ്ടിരുന്നേ? ക്ഷമ ഇല്ല. മടി വേറൊന്നല്ല. ഇതാണ് നമ്മുടെ താരം. 10 മുട്ട ഇങ്ങനെ നോക്കൂ. ഇതവിടെ ഒരു കുത്തു കുത്തുക, ഇങ്ങനെ ഇടുക. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 6ാമത്തെ മുട്ടത്തൊടിയിലെ വെള്ളക്കരുണ്ടാവും. സെനോ സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി വരും. സെനോണ് ബാക്ക്ഗ്രൗണ്ടിൽ ശബ്ദം ഉണ്ടാക്കുന്നത്. കുപ്പി വെച്ചിട്ടെടുക്കോ. വെളുത്തുള്ളി തുടങ്ങിയപ്പോ മുതൽ പറയാൻ തുടങ്ങിയതാണ്. വെളുത്തുള്ളി കയ്യിലുമ്പോ തേച്ചിട്ട് മണലേറ്റാണ്. ഇങ്ങനെ കിട്ടുമത്ര. എങ്ങനെ സെനു വെളുത്തുള്ളി ആക്കണ്ടേ? ഇതാണ് ശരിക്കും പറയുന്നത്. ഇതാണ് ലാസ്റ്റ് മുട്ട. നല്ല സൂപ്പറായി വന്നു. മതി, രാഗണ്ട. സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആകെ എത്ര ഉള്ളൂ കേട്ടോ. 10 മുട്ടയാണത്. 5 മുട്ടയാണ് മിനിമം. യെസ്. ചൂടായി കഴിഞ്ഞാൽ ചൂടാവണമെന്നൊന്നുമില്ല. 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. 1 ഗ്ലാസ് പഞ്ചസാര ഇടാം. നമ്മുടെ ഗ്ലാസ്. 1/2 ഗ്ലാസ് വെള്ളത്തിന് 1/2 ഗ്ലാസ് പഞ്ചസാര ഇടാം. ഇത് നന്നായി തിളക്കും. നല്ല മധുരം വേണമെങ്കിൽ നല്ല ഇട്ടു. പഞ്ചസാര നന്നായി കഴിഞ്ഞതാ. ഇത് അലിയണോ? ഇത് അലിഞ്ഞ് തിളക്കണം. പഞ്ചസാര നന്നായിട്ട് അലിയണം കേട്ടോ. സീറ് വരുവാണ്. സീറൊന്നും ആവണ്ട. സീറാവണം. പിന്നെ പഞ്ചസാര ഒട്ടിപ്പ് തരണ. ശരി. അതാ പൊന്തി വരുന്നു. കുറച്ചിട്ടില്ല, കുറക്കണ്ട പറഞ്ഞു. അതെങ്ങനെ ഒന്നും മനസ്സിലായില്ല കേട്ടോ. ഇത് നൂല് കുറച്ചു നേരം നിക്കണത്. അതെ, നല്ലോണം തിളക്കണം പഞ്ചസാര. വലിയ കൊറേ ഉണ്ടാക്കിയ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഞാൻ അങ്ങനെയാണ്. ആ വെള്ളമൊക്കെ വറ്റി പഞ്ചസാര ഇവിടെ പഞ്ചാര പിന്നെ മന്ദസാണ് കേട്ടോ. മന്ദസ്
നല്ല രസമില്ലേ മക്കളെ കാണാൻ? നല്ല രസമില്ലേ? അപ്പൊ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നമ്മുടെ സീരിയൽ നോക്കാം. ഞാനാണ് ഉണ്ടാക്കാൻ പറഞ്ഞത്. പക്ഷെ അവള് മടിച്ചായ കാരണം ഞാൻ കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി സമ്മതിക്കുന്നില്ല. ഇമ്മതായ ഇല്ല, നൂലായിട്ടില്ല. അത് വെള്ളം പോലെ തന്നെ ഉണ്ട്. നോക്കിക്കോ. എന്താണ് നൂല്? നോ, നൂല് പറഞ്ഞാൽ നൂല് തന്നെ ആവണം. അതുവരെ നമ്മൾ ഇങ്ങനെ ഇളക്കണം. അയ്യാടെ ഉണ്ടാകും. ഞാൻ ഇളക്കാം. ചെയ്ത് പിടിച്ചോ. ഇല്ല ഇല്ല, ഒന്ന് നിങ്ങൾ നീക്കി പിടിക്കുക. ഇതാണ് ഒട്ടിപ്പ്. അപ്പൊ നമ്മളിങ്ങനെ നോക്കുക. ഞാൻ വെള്ളം പറഞ്ഞില്ലേ നൂലായിന്ന്. നൂലായെന്ന് എങ്ങനെ നൂലായെന്ന് ഒട്ടിപ്പായ ഇതാണ് നൂല്. കണ്ട എന്താണ്? ആ, ഇതാണ് നൂൽപ്പരിവന്ന്. ഞാൻ ചോദിക്കാം. ഇത് അതിന്റെ ചളി പോവാൻ. ആ, വെള്ളല്ലേ നമ്മള് മാറ്റി വെച്ചേ, അതൊന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്ക. ഇതിന്റെ ചളി കളയാൻ. പഞ്ചസാരയിലത്തെ ചളി പോവാൻ വേണ്ടിട്ടാണ് എന്നാണ് പറയുന്നത്. അത് നമ്മൾ പഞ്ചസാര പോവാൻ വേണ്ടിട്ട് കുറച്ചൊന്ന് കളിച്ചു. ഞാനിപ്പോ എന്താ താഴെ പോയ അണ്ടും കുട്ടി വേറെ ഇരുന്ന് ഇളക്കി ഇളക്കുമ്പോ വേറെ മാത്രം കുറച്ച് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അടുത്തല്ല ഒഴിച്ച പാതി എന്നിട്ട് അത് മറിച്ചിടുക. കട്ട പിടിക്കാതിരിക്കാൻ മറിച്ചിടുക. മറിച്ചിടാം. ഇടക്കൈ വേണം വലക്കൈ വേണം. അടുത്തത് ഇതേപോലെ ഇങ്ങനെ ചുറ്റി ചുറ്റി ഒഴിച്ചു കൊടുക്കുക. മതിമാ എല്ലാ സൈഡിക്കൊക്കെ അങ്ങോട്ട് ഒഴിച്ചൂട്. അറിയൂല, അറിയില്ലല്ലോ, ആദ്യമായിട്ടല്ലേ ഉണ്ടാക്കണേ. നടുവിന് പറ്റില്ല. വെള്ളം ശരിയാവില്ല. ഒഴിഞ്ഞു പോ. നാടൻമുട്ടാണെങ്കിൽ നല്ല ചുവപ്പ് കളറായിരിക്കും. നാടൻ മുട്ടാണെങ്കിൽ നല്ല മഞ്ഞ കളർ. നാടൻ മുട്ടാണെങ്കിലും ചുവപ്പ് കളറോ ഈ ഇട്ട് കൊടുക്കണ എന്തിനാണ് പറഞ്ഞു കൊടുത്ത്? അയക്കിടത് അതിന്റെ സീറൊന്ന് അരിച്ചു പോകാൻ. അങ്ങനെയാണ് നമ്മൾ ഒഴിക്കേണ്ടത്. ഞാൻ നേരത്തെ വെച്ച് വളരെ തെറ്റായിരുന്നു. തപ്പിയില്ല. ഇത് മറിച്ചിടാം വീണ്ടും. നിങ്ങളാണ് ഇതൊക്കെ ചെയ്യണ. അതാണ് ഭയങ്കര എന്താ നെടുവീർപ്പ്. പിടിക്കുതി നിഴല് വരുന്നുണ്ട്. മതിയാ, കൈ കടിയുണ്ട് നല്ലോ. ചിരിപ്പിക്കലേ ഒരു സ്ഥലമുണ്ട് ഇവിടെ. മണ്ടത്തരങ്ങൾ വേണ്ടി ഇടക്കിടക്ക് മുട്ട ഒന്ന് ഇതാക്കാൻ മാത്രം ഞാൻ ലാസ്റ്റ് ആരേലും ഒക്കെ ദേഷ്യം ഉണ്ടെങ്കിൽ ഈ സമയത്ത് അതുകൊണ്ട് തീർക്കും. ഒറ്റയ്ക്ക് വെച്ചിട്ട് ആ ദേഷ്യത്തിന് നമ്മള് ഓർക്ക വരെ അവര് മേത്തുക്കാന്ന് ദേഷ്യമൊന്നുമില്ല. ഇവിടെ ഒരു വൃത്തിയായിട്ടൊരു കോഴി ഉണ്ട്. അതിനെങ്ങനെയാണ് ഇറങ്ങി ഓടിക്കാറ്.
അത് തല പോയി പഠിക്കും. എന്റെ ആവശ്യമില്ല ഇവിടെ. ഗോ. അങ്ങനെ ലാസ്റ്റ് ഇനി ഇത് ഇതാക്കണ്ടേ, വേർതിരിക്കണ്ടേ? സീരിയസ് ആ വെള്ളം വെച്ചയിലേ ഒരുപാട് തന്നെ തിളക്കണേനെ വെച്ചപ്പോ ഇങ്ങനെ അപ്പൊ തിളച്ച് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. കാണുന്നു. അല്ല ആയില്ല. ഓക്കെ. ഒത്തില്ല ക്ഷമല്ലാണ്ടായിന്ന് പറക്കിടുന്നുണ്ട്. അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കരുത്. ഇതാണ് വലിയ ആണ് വലിയ ഇത് കട്ട കുത്തിയ നൂല്. പ്രോട്ടീൻ ഉണ്ടാവും, പക്ഷെ എഗ്ഗിന്റെ യോക്കിലാണ് പ്രോട്ടീൻ. മഞ്ഞയിലാണ് ഇതുള്ളത്. ഓക്കെ. കൊഴുപ്പ്. അപ്പൊ ഇതാട്ടാ നമ്മളെ മുട്ടമാല കണ്ടു. ഞാനി പുതിയ പലഹാരം. ഫസ്റ്റ് പലഹാരം ഇതാണ്. ഞാനി മലബാറി ഡിഷ്. ഇതിലെ മറ്റേ വെള്ളം ഇല്ലേ? ഇനി നമ്മൾ അടുത്തൊരു സ്നാക്കും കൂടെ ഉണ്ടാക്കട്ടോ. അതേറ്റ് എന്താണ്? മുട്ട സിർക്ക. ഹായ് ഗൈസ് പറയൂ. ഇങ്ങോട്ട് നോക്കിട്ട് പറയും. പറ.